ഇപ്പോൾ സിനിമയോട് ഇത്രയധികം പാഷൻ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഏതൊരാൾക്കും സിനിമയിലൊരു ഇൻട്രോ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡെബ്യൂ മൂവി ആകുമ്പോൾ എനിക്ക് നായകനായിട്ട് കയറണം എന്നായിരിക്കില്ലേ ആഗ്രഹം. എന്തുകൊണ്ട് ഒരു 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 സൈഡ് റോൾ ചൂസ് ചെയ്തു? ഹൗ ഡിഡ് യു കം ടു ദിസ് മൂവി? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ എങ്കിലും നമ്മുടെ മണിപ്പാലിലെ സ്റ്റുഡൻസിന് വേണ്ടി അല്ല, ചോദിച്ചത് വേറെ രീതിയിലും ചോദിച്ചു. സോ ഐ എം ഹാപ്പി ഇറ്റ്സ് കമ്മിങ് ഇൻ എ ഡിഫറെൻറ്റ് ലൈൻ, ഇൻ എ ഡിഫറെൻറ്റ് വേ. ഞാൻ ചൂസ് ചെയ്തതല്ല അത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നായകനായിട്ട് കയറണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് വാട്ട് യു വാണ്ട് ആസ് യു വിഷ്. അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഞാൻ പറഞ്ഞ പോലെ ദർ ആർ 100 ബില്യൺ പീപ്പിൾ ഹു ആർ ഈവൻ മച്ച് മോർ അഹെഡ് ഓഫ് യു. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി എന്ന് പറയുന്ന ഒരു കോംബോ, ഇറ്റ്സ് എ ബ്രാൻഡ്, സൂപ്പർ ബ്രാൻഡാണ്. അപ്പോൾ ഇത് ഇവരുടെ ഫിലിമിൽ ഒരു റോൾ ചെയ്യാൻ പറ്റിയെന്ന ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ ഞാനിതിൽ കയറിയത് ഒരു ഒറ്റ സീൻ ചെയ്യാനാണ് ഞാൻ കയറിയത്. എനിക്ക് ഒരു വിളി വന്നു. എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു നമ്മുടെ ദിനേശ് പ്രഭാകരൻ ആയിരുന്നു ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ അവരുടെ താഴെയുള്ള അവരുടെ അസിസ്റ്റൻറ്റ് പോലെ ഇവിടെ ജോലി ചെയ്ത് ഷീ കോൾഡ് മീ. എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ്. ആ ഷോർട്ട് ഫിലിം ഇവിടെ ഞാൻ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് മണിപ്പാലിൽ. 5 minutes എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം, വളരെയധികം നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. എടാ, ഇങ്ങനെ ഒരു നിവിൻ പോളിയും വിനീത് ശ്രീനിവാസൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടക്കുകയാണ്, അപ്പോൾ ഒരു ഒറ്റ സീൻ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്, ആൻഡ് ദേ ആർ ലുക്കിംഗ് ഫോർ ടാലൻസ്. ആൻഡ് ഇത് എക്സ്ട്രാവോ അങ്ങനെ ഒന്നുമില്ല, ഒറ്റ സീനായാലും നല്ല അഭിനയമാണ്, ഐ മീൻ നല്ല ആക്ടേഴ്സ് വേണം, നടന് വേണം. അപ്പോൾ വൺ കൺവിക്ഷൻ ദാറ്റ് ഐ ഹാഡ് വിത്ത് വിനീത് ചേട്ടൻ ഇസ്, വിനീത് ചേട്ടൻ്റെ ഫിലിമിലെ എല്ലാം ഒറ്റ സീനിൽ വന്നാലും അത് രജിസ്റ്ററാണ്. തീർച്ചയായിട്ടും അത് രജിസ്റ്ററാണ്. അതാണ് അദ്ദേഹം എഴുതുന്ന ഡയലോഗ്സിന്റെ എക്സാക്ട്ലി സ്ക്രീൻ പ്ലേയും റൈറ്റിംഗിലാണ് പുള്ളിയുടെ സ്ട്രെങ്ത് ഒക്കെ. റൈറ്റിംഗിൽ ഹി നോസ് ദ ക്വാളിറ്റി ഓർ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫിലിം മേക്കിംഗ്. ഭയങ്കര വലിയ സ്റ്റാൻഡേർഡ് അതൊക്കെ. അപ്പോൾ ഐ ഹാഡ് ദറ്റ് ബിലീഫ്, ഞാൻ ഒറ്റ സീൻ വന്നാലും എന്തായാലും ആൾക്കാർ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഐ ജസ്റ്റ് വെന്റ് ദയർ ആൻഡ് ഐ പുൾഡ് മൈ ഫ്രണ്ട് ഓൾസോ അലോങ് ഹു ഡിഡ് 5 minutes വിത്ത് മീ, ദ ഡയറക്ടർ. നമ്മൾ രണ്ടും ചെയ്തു, രണ്ടും പ്രാന്തന്മാരാ, സിനിമ പ്രാന്തന്മാരാ. അപ്പോൾ പോയിട്ട് ആ ഒറ്റ സീൻ ചെയ്തിട്ട് ശരിക്കും അന്ന് ആഘോഷിച്ചു, അയ്യോ ഒരു സീൻ ചെയ്യാൻ കിട്ടിയല്ലോ എന്ന്. എൻ്റെ ഒരു ഡ്രീം കം ട്രൂ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് വിളി വരുന്നു, സ്ട്രേറ്റ് ഫ്രം വിനീത് ചേട്ടൻ, നോട്ട് ഈവൻ ഹിസ് അസിസ്റ്റൻസ് എനിബഡി, സ്ട്രേറ്റ് ഫ്രം വിനീത് ചേട്ടൻ. അപ്പോൾ ഞാൻ നാട്ടിൽ പോകാൻ നിൽക്കുക. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഈ കഥാപാത്രം വേറെ ബ്രാൻഡാണ് ചെയ്യേണ്ടത്. ഗൗതം മേനൻ സർ, ഡയറക്ടർ ഗൗതം മേനൻ സർ. അപ്പോൾ ചെന്നൈ ഫ്ലഡ്സ് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല, പുള്ളിക്ക് വരാൻ പറ്റിയില്ല. ഇത് വിധിയല്ലേ? തീർച്ചയായിട്ടും ഇത് വിധിയുടെ കളിയല്ലേ? അപ്പോൾ അത് അങ്ങനെ വിളി വന്നിട്ട് ഇങ്ങനെ ഞാൻ എയർപോർട്ടിൽ പോയിട്ട് അവിടെ ക്യാൻസലായ ശേഷം ഞാൻ എയർപോർട്ടിൽ ചാടുക, ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൽ കയറിയത്. പക്ഷേ വിനീത് ചേട്ടൻ്റെ ഒരു മനസ്സിന് നന്മയാണോ അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസ് ആണോ, കൺവിക്ഷൻ ആണോ, ആ ഒറ്റ സീനിലുള്ള ഒരു അഭിനയം കണ്ടിട്ട് ഇങ്ങനെ പുള്ളിക്ക് ഇത്രയും വലിയൊരു വിശ്വാസം വന്നു. I have no words to explain this part, because to have put a debutant in place of a very big brand who was supposed to do it, do the role of Murli Menon, Gautam Menon sir. In fact, ഞാൻ ഗൗതം മേനൻ സാറുടെ ഏറ്റവും വലിയ ഫാനാണ്. പുള്ളിയുടെ ഫിലിംസൊക്കെ കണ്ടിട്ട് കുറേ പഠിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ പുള്ളിയെ കാണാൻ ഞാൻ ഇവിടെ കാത്തിരിക്കുക, ഗൗതം സാറാണ് ഈ റോൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വാക്കുകളിൽ പറയാൻ പറ്റത്തില്ല എനിക്ക് ശരിക്കും. എനിവേ ദാറ്റ് റോൾ അത് അശ്വിന് വേണ്ടി എഴുതിയതായിരിക്കണം. എങ്ങനെയാണ് ഞങ്ങൾ പ്രേക്ഷകർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്?